ഹായ് ഫ്രണ്ട്സ്, ആലീസ് വ്ളോഗിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പകുതി ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി തുടങ്ങിയ തോരാത്ത മഴയാണ് ഇവിടെ. ഇപ്പോൾ അത് രാവിലെ നല്ല തകൃതിയായിട്ട് മഴ പെയ്യുകയാണ്. നിങ്ങളുടെ നല്ല മഴയൊക്കെ ഇല്ലേ? ആരും മഴയത്തൊന്നും ഇറങ്ങരുത്. കാരണം ഇപ്പം എവിടെ ചെന്നാലും അസുഖങ്ങളാണ് മഴ നനഞ്ഞുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കണം. ഇവിടെ മഴ ഇപ്പോഴും പെയ്യുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ സൗണ്ട് കേട്ട് നോക്കിയപ്പം അപ്പുറത്തെ വീട്ടിലെ കയ്യെല്ലാം നമ്മുടെ വീട്ടിലേക്ക് ഇടിഞ്ഞ് വീണു. അമ്മ നട്ടിരുന്ന മുളക് ചെടിയിലേക്ക് വീണു. അമ്മ അതെല്ലാം മാന്തി എടുക്കുകയാണ്. കാരണം അമ്മ ഭയങ്കര സങ്കടത്തിലാണ്. കുറേ നാളായി നട്ടു വളർത്തിയ മുളക് ചെടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാപ്പി കുടിക്കുന്ന സമയമായി. അപ്പോൾ എല്ലാവരും ഉള്ള ദിവസം ലേറ്റായിട്ടാണ് കാപ്പി. അപ്പോൾ ഇന്ന് ദോശയും ചമ്മന്തിയാണ്. അപ്പോൾ ഏട്ടനൊന്നും ജോലിയില്ല, മഴയായതുകൊണ്ട്. അമ്മയ്ക്കും 2 ദിവസമായിട്ട് തൊഴിലുറപ്പില്ല. അച്ഛന് ചെറിയൊരു ജോലിയായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ മഴയായതുകൊണ്ട് ജോലി നടക്കുന്ന കാര്യം അറിയത്തില്ല. അപ്പോഴേ ഞാൻ നേരത്തെ കാപ്പി കുടിക്കും. ഇവർ നിൽക്കുന്ന ദിവസം ലേറ്റാവും. ഞാൻ മോന് കൊടുക്കുമ്പോൾ അവരോട് കഴിക്കും. അപ്പോൾ അമ്മയ്ക്കും ഏട്ടനും കാപ്പി കൊടുക്കുകയാണ്. അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ ചേട്ടന് ഇനി അടുത്ത് കൊടുക്കാൻ പോവുക. ചേട്ടൻ പറയുന്നത് ഇന്നലത്തെ കണവത്തോരനും കൂടി വയ്ക്കാനാണ്. ഇവിടെ കണവ മേടിച്ചാൽ ഞങ്ങൾക്കൊന്നും അങ്ങനെ കിട്ടത്തില്ല. ഏട്ടന് കണവ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അമ്മ ഒരു സ്പെഷ്യലായിട്ട് തോരൻ വെച്ചു. അപ്പോഴതും കൂട്ടിയാണ് ഏട്ടൻ ദോശ കഴിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇനിയിപ്പോൾ പറയും. ഇന്നലെയും കഴിച്ചു, ഇന്നിപ്പോൾ രാവിലെ കാപ്പിയോടെ കഴിക്കുകയാണ്. കൊള്ളാമെന്നൊക്കെയാണ് പറയുന്നത് അതിനിടയ്ക്ക്. അപ്പോൾ അവർ കഴിക്കുന്ന സമയം ഇപ്പോൾ അമ്മ പറഞ്ഞു മീനൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കാൻ. അപ്പോൾ ഇന്നലെ ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് കുഞ്ഞമ്മ മീൻ മേടിച്ച് കൊടുത്തോട്ടായിരുന്നു കരികോണെന്ന്. അപ്പോൾ വേളാപ്പാര എന്ന് പറഞ്ഞ മീനാണ് ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ തണുപ്പ് മാറാൻ വേണ്ടി നേരത്തെ എടുത്ത് വയ്ക്കുന്നതാണ്. അമ്മയാണ് ഈ മീനൊക്കെ മുറിക്കുന്നത്. ഞാനും ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല വലിയ മീനുമായിട്ട്. അപ്പോൾ തണുപ്പ് മാറാനായിട്ട് മീനെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വയ്ക്കുകയാണ്. പിന്നെ അമ്മയാണിത് കണ്ടിച്ച് കറിയൊക്കെ വയ്ക്കുന്നത്. മീനപ്പോൾ ഇനി അമ്മ കട്ട് ചെയ്ത് അത് കറിയാക്കിക്കോളും. അപ്പം ഞങ്ങൾ ടേസ്റ്റ് നോക്കിയാൽ മതി. അതിനിടയ്ക്ക് കുഞ്ഞിൻ്റെ കുറച്ച് തുണികൾ ഉണക്കാനുണ്ടായിരുന്നു. അപ്പോൾ മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തിടാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അകത്ത് സ്റ്റാൻഡിലാണ് അവൻ്റെ തുണികൾ ഉണക്കുന്നത്. നല്ല വെയിലായ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ ഇട്ട് ഉണക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് തുണികളുണ്ടായിരുന്നു അവൻ്റെ ഉണക്കിയെടുക്കാൻ. അപ്പോഴത്തേക്കും അമ്മ മീനെല്ലാം മുറിച്ച് കഴിഞ്ഞു. അമ്മ ഇനി അത് കറി വയ്ക്കും. അപ്പോഴത്തേക്ക് ചേട്ടൻ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങി. പോകുന്ന കണ്ടാൽ തോന്നും ഹിമാലയത്തിൽ പോകാനാണ് ജാക്കറ്റ് ഇട്ട് ഇറങ്ങിയത്. പക്ഷേ അല്ല, ചീനി മേടിക്കാനുള്ള ഗെറ്റപ്പാണിത്. ഇവിടെ അടുത്ത് തന്നെയാണ് ചീനി മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ചീനി മേടിക്കാൻ പോയി. അടുത്ത് തന്നെയാണ് പോയി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചീനിയായിട്ട് വന്നു. നിറഞ്ഞ് ഊറ്റിയാണ് വന്നത് ചീനി മേടിക്കാൻ പോയിട്ട്. അപ്പോൾ കൊണ്ടുവന്ന ഉടനെ തന്നെ ഞാൻ ഇനിയിപ്പോൾ അത് വൃത്തിയാക്കി ചീനി വേവിക്കാൻ പോവുകയാണ്. അതിപ്പോൾ തന്നെ പൊളിക്കുകയാണ്. ആ സമയം അമ്മ മീൻകറി റെഡിയാക്കുക. അതിനിടയ്ക്ക് മോനതൊരു നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ചീനി പൊളിക്കുക. അപ്പോഴത്തേക്ക് അമ്മ ആ മീൻകറി തയ്യാറാക്കുക. മീൻകറി ഉടനെ തന്നെ റെഡിയാവും. ഇപ്പോഴും പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ മഴ ഇതുവരെ തോന്നിട്ടില്ല. മീൻകറി റെഡിയായിരുന്നു. തോരാത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ കൂടുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. ഞങ്ങളുടെ മുറ്റം ഫുൾ വെള്ളവും ചെടിയൊക്കെ ആയിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇനിയിപ്പോൾ ഞങ്ങൾ ചോറുണ്ണുന്ന സമയമായി. 1 മണിയായി. ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. കഴിക്കുന്ന ചോറ് ചീനി ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നാണ് കഴിക്കുന്നത്. പിന്നെ കൂടാതെ നിത്യം ഇങ്ങനെ മെഴുക്കുവരട്ടിയുണ്ട്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ മീൻകറിയായ വേളാപ്പാര മീൻകറിയുണ്ട് ചോറിനൊപ്പം. അപ്പോൾ അതൊക്കെ കൂട്ടിയാണ് ഇന്നത്തെ ഉച്ചയൂണ്. അപ്പോൾ എല്ലാവരും വന്ന് ഇരിക്കുക കഴിക്കാനായിട്ട്. അപ്പോൾ കറി നല്ല സൂപ്പറായിട്ടുണ്ട്. ഞങ്ങൾ ടേസ്റ്റൊക്കെ ചെയ്തതാണ്. അതൊന്നും വീഡിയോ എടുത്തില്ല. ഞങ്ങളപ്പം കറികളെല്ലാം ഒരു പ്ലേറ്റിൽ തന്നെ വെച്ച് കഴിക്കുന്നത്. ഞങ്ങൾ പ്രത്യേകം അങ്ങനെ കിണ്ണങ്ങളൊന്നും എടുക്കാറില്ല. ഇങ്ങനെ മീൻ കറിക്കും കഴിക്കാനൊക്കെ ആയിട്ട് എല്ലാം ഒരു പ്ലേറ്റ് വെച്ച് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തണം. പിന്നീട് ഷെയർ ചെയ്യണം നമ്മുടെ വീഡിയോസ്. എല്ലാവരും ലൈക്കും ചെയ്യണം. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗ്, ഡേ ഇൻ മൈ ലൈഫ്, ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ അതിൽ അതിൻ്റേതായ പോരായ്മകളൊക്കെ വരും. എല്ലാവരും അതൊക്കെ ക്ഷമിക്കണം. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.